ചിലവ് കുറിച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉപ്പയുടെ ഈ വീഡിയോ മുഴുവനായി കാണുക. ഹായ്, ഞാൻ സുനീർ. കോയമ്പത്തൂർ HNSൽ വെച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ഏറ്റവും കുറഞ്ഞത് എത്ര ചെലവ് വരും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കേൾക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവാണ് ട്രാൻസ്പ്ലാന്റേഷന് ചെലവാകുന്നത്. എന്താണ് പ്രധാനമായിട്ടും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഏത് സെന്റർ തിരഞ്ഞെടുക്കും? നമ്മൾ സെന്റർ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റിസൾട്ട് ആയിരിക്കണം. രണ്ടാമത്, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാണോ എന്നുള്ളതുമാണ്. രണ്ട് ചോദ്യങ്ങളാണ്. ഇത് രണ്ടും ഒത്തുവന്ന HNSലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. 3000 ഗ്രാഫ്റ്റാണ് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ചെലവുകൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പായിട്ട് ലാബ് ടെസ്റ്റാണ്. എന്തായാലും 3000 രൂപയിൽ കുറഞ്ഞ ഒരു ചെലവ് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ലാബിൽ 2200 രൂപ മിനിമം നമ്മൾ കൊടുക്കണം. ഞാനിവിടെ അടുത്തുള്ള ഒരു നീതി ലാബിൽ വെച്ചിട്ടാണ് എൻ്റെ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് എനിക്കായിട്ടുള്ളത് അവരുടെ ബില്ല് 1220 രൂപയാണ്. 10% ഡിസ്കൗണ്ട് വീണ്ടും അവർ തന്നു. 1220 രൂപയിൽ നിന്ന് 120 രൂപ കുറച്ചു. 1100 രൂപയാണ് അതിന് വേണ്ടിയിട്ട് ചിലവായത്. പിന്നീടുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. ഞാൻ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിലാണ് സഞ്ചരിച്ചത്. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു നൗഷാദ് എന്നുള്ള. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻ്റെ ചാർജ് ഒരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു 100 രൂപ പെട്രോൾ പൈസയായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ചെലവ് പിന്നീട് വരുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് കോയമ്പത്തൂർ ജനറൽ ടിക്കറ്റിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചെലവ് 80 രൂപ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് അന്ന് രാത്രി സഞ്ചരിച്ചത്. അതേപോലെ ഭക്ഷണം ഞാൻ കയ്യിൽ കരുതി. സുഹൃത്തിൻ്റെ റൂമിൽ താമസിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആ ദിവസം മറ്റൊരു ചെലവും ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം രാവിലെയാണ് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് HNSലേക്കുള്ള ബസ് യാത്രയാണ് ആദ്യത്തേത്. അത് എന്താണെന്നറിയില്ല, 10 രൂപയാണ് ചിലവായത്. അവിടെ പലതരം ബസ്സുകൾ ഉണ്ടെന്ന് തോന്നുന്നു. 10 രൂപയാണ് ചിലവായിട്ടുള്ളത്. അപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് HNSൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്, അവിടെയാണ് കഴിച്ചത്. ചായ കുടിച്ചിട്ടില്ല. ചായ 2-3-4 ദിവസം മുമ്പേ നിർത്തിയതാണ്. അപ്പോൾ അതിന് ഒരു 2 പൂരിയും അതേപോലെ ഒരു കറി അവിടെ ഫ്രീ ആണ്. അപ്പോൾ അതിന് ചിലവായിട്ടുള്ളത് 40 രൂപയാണ്. പിന്നീട് ചിലവായത് HNSലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിലവുണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാഫ്റ്റിന് 10 രൂപ നിരക്കിലാണ് അവിടെ ചിലവുള്ളത്. മറ്റൊരു ചിലവില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ താമസവും ഭക്ഷണവും വെള്ളവും വരെ ഏത് സമയം നമുക്ക് ലഭ്യമാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമുള്ള ഭക്ഷണം നമുക്ക് അവരുടെ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ 3000 ഗ്രാഫ്റ്റിന് അവർ ചിലവായത് 30,000 രൂപയാണ്. അതേപോലെ 3000 രൂപയുടെ ഗുളികയും. അപ്പം അവിടെയുള്ള ബില്ല് 33,000 രൂപയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി എക്സ്ട്രാ വാങ്ങണം. ഇവിടെ ഡോണർ ഏരിയയിലും മറ്റും ഡോണർ ഏരിയയിൽ പുരട്ടേണ്ട ഓയിൻമെൻ്റ് ഉണ്ട്. അതിന് ഒരെണ്ണം അവർ അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തരും. 2 എണ്ണം ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അതിന് മുപ്പിറോസിൻ എന്ന് പറയുന്ന ഓയിൽമെൻറ്റിന് 200 രൂപ. പിന്നീട് പുറത്തു പോകുമ്പോൾ ധരിക്കണമെന്ന് കരുതുന്ന സർജിക്കൽ കേപ്പാണ്. ആ സർജിക്കൽ കേപ്പ് 3 എണ്ണം ഞാൻ എക്സ്ട്രാ വാങ്ങി. അതിന് 30 രൂപ. പിന്നീട് എനിക്കുണ്ടായിരിക്കുന്നത് തിരിച്ച് വരേണ്ടതാണ്. യാദൃശ്ചികമായിട്ട് എനിക്ക് ഒന്നാമത്തെ ദിവസം പനിയായതുകൊണ്ട് ആ ദിവസം ട്രാൻസ്പ്ലാന്റ് നടന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം അധികം അവിടെ നിന്നു. അപ്പോൾ എൻ്റെ ബുക്ക് ചെയ്ത ട്രെയിൻ, എനിക്ക് സ്ലീപ്പർ ടിക്കറ്റ് നഷ്ടമായി പോയി. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഞാൻ ജനറൽ ടിക്കറ്റിനാണ് തിരികെ കൊയിലാണ്ടിയിലേക്ക് വന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷനിൽ എനിക്ക് ഏറ്റവും വേദന അനുഭവിച്ചാണ് ഈ ഒരു സംഭവം. പക്ഷേ എനിക്ക് യാദൃശ്ചികമായിട്ട് സീറ്റ് കിട്ടി. ഓക്കെ, അതിനെനിക്ക് ചിലവായത് 80 രൂപ. അപ്പം മിനിമം സ്ലീപ്പർ ടിക്കറ്റിൽ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ബസ്സിൽ തിരിച്ചു വരണം. പിന്നീട് ചിലവായത് ദിവസവും നമ്മൾ സ്പ്രേ ചെയ്യണമല്ലോ. ആദ്യത്തെ 6 ദിവസം NS സ്പ്രേ ചെയ്യണം. ആ NS 3 ബോട്ടിൽ എക്സ്ട്രാ വാങ്ങി. അതിന് ചിലവ് 120 രൂപ. ഇനി ഏറ്റവും അവസാനമായിട്ട് ആ NS സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വാങ്ങി. അതിൻ്റെ ചിലവ്
വെറും 25 രൂപ. അങ്ങനെ എൻ്റെ ആകെ ചെലവ് 34,808 രൂപ മാത്രമാണ് 3000 ഗ്രാഫ്റ്റ്. ഇപ്പം ഏകദേശം 3 മാസം പൂർത്തിയാവുന്നു കേട്ടോ. ഈ കഷണ്ടിയുള്ള ഈ ഭാഗത്ത് മുടി വന്നുകൊണ്ടിരിക്കുകയാണ്. 4 മാസം ഷെഡിങ് പീരീഡാണ്. അതുകൊണ്ട് ഈ റിസൾട്ട് ഞാൻ 100% സംതൃപ്തനാണ്. 4-ാമത്തെ മാസത്തിന് ശേഷം നമ്മുടെ റിസൾട്ട് ആരംഭിക്കും. കൂടുതൽ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക്. എല്ലാവർക്കും ബൈ.